വളരെ സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരുപക്ഷെ ഏറ്റവും വിഷം നിറഞ്ഞ വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് കേജ്രിവാളാണ്. അപ്പോൾ ഇനി പഞ്ചാബിലും അയാളുടെ ഭരണം പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടി 5 കൊല്ലം കൊണ്ട് ചിലപ്പോൾ ഇല്ലാതെ പോയി എന്ന് വരും. ഇവരൊക്കെ ഓരോ കാരണങ്ങളാൽ വന്ന് ചേർന്ന് ഉണ്ടായിപ്പോയൊരു പാർട്ടിയാണല്ലോ ആം ആദ്മി പാർട്ടി. അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ഫൗണ്ടേഷനോ സംഗതിയോ ഇല്ല. റോഡ് നന്നാക്കുക, ഓട വൃത്തിയാക്കുക, ഇതൊക്കെ ചെയ്ത് വോട്ട് മേടിക്കുക, എന്നിട്ട് തോന്നിയാസം കാണിക്കുക. രാജ്യദ്രോഹം കൂടെയാണ് ഈ മനുഷ്യൻ. വാസ്തവത്തിൽ രമേശ് ബിദൂരി, BJPയുടെ സ്ഥാനാർത്ഥി രമേശ് ബിദൂരിയാണ് ആദ്യം പറഞ്ഞത് ഇയാൾ രാജ്യദ്രോഹിയാണെന്ന്. അയാൾ കുറേ ബഹളമൊക്കെ വെച്ചു. രമേശ് ബിദൂരി വാസ് അണ്ടർലൈൻഡിങ്, ഞാൻ വിളിച്ചത് തന്നെയാണ്, നിങ്ങൾ രാജ്യദ്രോഹിയാണെന്ന് പറയും. അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ പോയത് വലിയൊരു ആശ്വാസമാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം. പഞ്ചാബിൽ നിന്നുകൂടെ ഈ സാധനം അപ്രത്യക്ഷമാകണം എന്നാണ്, അതാണ് ഇതിനൊക്കെയുള്ള പരിഹാരം.